Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. നായത്തോട് സൗത്ത് ജംഗ്ഷനിൽ CITU യൂണിയന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രം തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട കിരൺ എന്നയാളെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നായത്തോട് സൗത്ത് ജംഗ്ഷനിൽ CITU നേതൃത്വം കൊടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രം കഴിഞ്ഞ ദിവസം പെറ്റമ്മയെ കുത്തി കൊലപ്പെടുത്തി കേസിൽ വിചാരണ നേരിടുന്ന കിരൺ കുഞ്ഞുമോൻ എന്ന നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി യാതൊരു കാരണവും കൂടാതെ അടിച്ച് തകർത്ത് നിർമൂലനാശാക്കിയിരിക്കുകയാണ്. ഈ വ്യക്തി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രദേശത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടമാടുന്നത്. കേരള പോലീസ് ഇന്ത്യക്ക് ആകെ അഭിമാനകരമായിട്ടുള്ള രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഉൾപ്പെടെ മാതൃകാപരമായി പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേരളത്തിന് അപമാനമാകുന്നുണ്ടോ എന്നൊരു സംശയം പ്രദേശത്ത് ജനങ്ങൾ ആശങ്കയായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് ശരിയാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് പോലീസിൻ്റെ സമീപനം കാണുന്നത്. ഇവിടെ കഞ്ചാവ് മാഫിയ അഴിഞ്ഞാടുകയാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന വ്യക്തിയും ഒരു കടാരി വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയും ഒരാൾ കൊലക്കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന ആളാണ്. ഈ പറയുന്ന ആൾ സ്വന്തം അമ്മയെ കുത്തി കുടൽമാല പുറത്ത് ചാടിച്ച് കൊലപ്പെടുത്തിയ ഒരാളാണ് കിരൺ കുഞ്ഞുമോൻ. ഇവർ രണ്ടുപേരും കൂടി ഇവിടെ അഴിഞ്ഞാടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനെതിരെ CPIMൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാം പങ്കെടുത്തുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ച് കുറേ നാളത്തേക്ക് ഇവർ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് നടന്നത്. ആ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ രാസമാലിന്യങ്ങൾ അടിച്ച് ഭൂമി നികത്തി അത് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സിനാകെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വെള്ളം മലിനമാകുകയും പൊതുകുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്യുക ഒരു സ്ഥിതി ഉണ്ടായി. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ രാസമാലിന്യം അടങ്ങിയ വേസ്റ്റ് ഉൾപ്പെടെ അടിച്ച് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ജീവന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ആളാണ്. ഒപ്പം തന്നെ ഇവിടെ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഇവർ തന്നെ ഇത് വിൽപ്പനയും ഉപയോഗവും നടത്തുന്ന ആളാണ്. തൊട്ടടുത്താണ് ഒരു ഗോൾഡൻ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ഒരു സ്ഥാപനം ഇമ്മാനുവൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വീടുകളിൽ രാത്രികാലങ്ങളിൽ ഒളിഞ്ഞു നോക്കുകയും ലേഡീസ് ഹോസ്റ്റലിൽ ചെന്ന് സ്ത്രീകളെ ശല്യം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിരം പതിവാക്കിയിരിക്കുന്ന ഒരു വ്യക്തി. അത് CCTV ദൃശ്യത്തിൽ ഉൾപ്പെടെ വ്യക്തമായി തെളിഞ്ഞ് പോലീസിന് കൈമാറിയിട്ടുള്ളതാണ്. ഈ കേസിലെ പ്രതിയും ഇവിടെ അഴിഞ്ഞാടുകയാണ്. നായത്തോട് സൗത്ത് ജംഗ്ഷനിൽ CITU യൂണിയന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രം തല്ലി തകർത്തു. ഇതുമായി ബന്ധപ്പെട്ട് കിരൺ എന്നയാളെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ല ഈ കാര്യത്തില്. പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യസ്ഥപ്പെട്ട പോലീസ്. ആ പോലീസ് കൃത്യമായി യഥാവിധി ഇടപെടാത്തതിന്റെ ഭാഗമായിട്ട് ഈ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. സ്വാഭാവികമായി ഒരു കൊലക്കേസിൽ പ്രതി എന്നുള്ള നിലയിൽ സാധാരണക്കാരായുള്ള ആളുകൾ ഇത്തരം ആളുകളോട് ഏറ്റുമുട്ടാൻ തയ്യാറാവില്ല. ഇവരെ കാണുമ്പോൾ ആളുകൾ പേടിച്ച് ഭയവികലരായി ഓടിപ്പോകുന്ന അവസ്ഥയാണ്. കൊലക്കേസിൽ പ്രതിയാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ ഇവർ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്. ആ പോലീസ് ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയി ഇവരെ തുറങ്ങിലടിക്കാനുള്ള ഈ കിരൺ കുഞ്ഞുമോനും ഒപ്പം തന്നെ കടാരി വർഗീസ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ തന്നെ ഇമ്മാനുവൽ എന്ന് പറയുന്ന ട്രാവൽസ് നടത്തുന്ന ആൾ ഈ പ്രദേശം എയർപോർട്ടിന് തൊട്ടടുത്ത പ്രദേശമാണെങ്കിൽ പോലും ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ആളുകൾ ജീവിച്ചു പോകുന്നത്. എയർപോർട്ടിൻ്റെ വരവോടുകൂടി ഒരു പട്ടണവൽക്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളൊരു ഇടപെടൽ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറുണ്ട്, ഒപ്പം തന്നെ നഗരസഭ കൗൺസിലുണ്ട്. ഈ പ്രദേശത്ത് ജനങ്ങളാകെ ഇതിനകത്ത് രാഷ്ട്രീയമില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. അപ്പോൾ അടിയന്തരമായി ഈ വിഷയം ഇവരെ കൈകാര്യം ചെയ്യാൻ പോലീസ് മുന്നോട്ട് വരികയും
ഈ പൊളിച്ചു കളഞ്ഞിട്ടുള്ള 10,000-കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സിയേറ്റിൻ്റെ പ്രവർത്തകർ, തൊഴിലാളികൾ കയ്യിൽ നിന്ന് പണം മുടക്കി നിർമ്മിച്ച ഒരു ബെനിഫിറ്റാണ്. ഇവിടെ തൊഴിലാളികൾ മാത്രമല്ല, ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. അതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രമാണ് ഇപ്പോൾ ഒരു ആശാകേന്ദ്രമായ ഒരു സ്ഥാപനം. അത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശക്തമായ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് വരണം. അതല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിലും ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് സൂചിപ്പിക്കാനുള്ളത്.